ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാനൊരു മലയുടെ മണ്ടേ നിൽക്കുകയാണ് ആൻഡ് ഐ തോട്ട് വൈ ഡോണ്ട് ഐ ഷെയർ ദിസ് ദ ഹാർഡ് തിങ്സ് അബൌട്ട് ഹാർഡ് തിങ്സ്. ബെൻ ഹൊറോവിറ്റ്സ് എഴുതിയൊരു ബുക്കാണ്. ബെൻ ഹൊറോവിറ്റ്സ് ആരാന്ന് ഞാൻ ജസ്റ്റ് തുടക്കത്തിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഒരു ലെജൻഡറി പ്രൊഫൈൽ ഓഫ് സിഇഒസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആപ്പിളിൽ സ്റ്റീവ് ജോബ്സ് കാണും, മാർക്ക് സക്കൻബർഗ് കാണും, അതുപോലത്തെ ഒരുപാട് പേരുണ്ട്. പക്ഷേ ശരിക്കും ബെൻ ഹൊറോവിറ്റ്സ് അതിൻ്റെ മണ്ടേ വരണ്ടേ. ഹീ ഈസ് എൻ അണ്ടർ ഡോഗ്. ഒട്ടും ആൾക്കാർക്ക് അറിയാത്ത, അതേസമയം ആൾക്കാർ അറിയേണ്ട ഒരു ആളാണ്. മച്ചാനെ കുറിച്ച് ചെറുതായിട്ടൊരു വൺ ലൈനർ പറയുകയാണെങ്കിൽ, റെസഷൻ നടന്ന സമയമുണ്ടല്ലോ അമേരിക്കയിൽ, എല്ലാ ടെക് സ്റ്റാർട്ടപ്സും ഒന്നേ പെനി സ്റ്റോക്സ് ആവും, അല്ലേ വിൽക്കും, അല്ലേ ക്യാഷ് ബേൺ ആവും. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് $29 മില്യൺ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു കമ്പനിയിലേക്ക് ബില്യൺസിലേക്ക് എത്തിച്ചു വളരെ ചുരുക്കം ഹാൻഡ്ഫുൾ ഓഫ് സിഇഒസിൽ ഒന്നാണ് ബെൻ ഹൊറോവിറ്റ്സ്. ആൻഡ് അങ്ങനൊരു മച്ചാൻ്റെ ഇൻസൈറ്റ് ഇൻ ടു ഹിസ് പേഴ്സണൽ ലൈഫ്, പുള്ളിയുടെ ഇമോഷണൽ ലൈഫ്, പുള്ളിയുടെ ഫാമിലി ലൈഫ്, പുള്ളിയുടെ ബിസിനസ്സിനെ അതെങ്ങനെ എഫക്റ്റ് ചെയ്തു, ആ ഒരു ബുക്കാണ് ഗൈസ് ഇത്. എനിക്ക് ഇത്രേ പറയുള്ളൂ. ഇഫ് യു ആർ ഓൺ ഗോയിങ് വിത്ത് എൻ ഓൺട്രപ്രന്യൂർ ജേർണി, ഓൺട്രപ്രന്യൂർ എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് വാക്ക്, അതുകൊണ്ട് മൈ പ്രൊനൗൺസിയേഷൻ മൈറ്റ് ബി റോങ്. എന്തായാലും ബേസിക് ഐഡിയ എന്ന് വെച്ചോളൂ, നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങണം, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യണമെങ്കിൽ ഗൈസ് യു ഹാവ് ടു റീഡ് ദിസ് എന്ന് പറഞ്ഞാൽ ഒരു മസ്റ്റ് ഹാവാണ്. കാരണം ഇത് എങ്ങനത്തെ ഒരു റീസോഴ്സസ് ആണെന്ന് വെച്ചാൽ എല്ലാവർക്കും പറ്റിയൊരു ബുക്കല്ല ഇത്. ചില സമയത്ത് നിങ്ങൾക്ക് ഇച്ചിരി ബോറിംഗ് ആയിട്ട് തോന്നും, ആ നെറേറ്റീവ് സ്കിൽസ് ഒന്നും ഭയങ്കര ഇൻറ്റ്യൂട്ടീവ് ആണെന്ന് തോന്നത്തില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സാധാരണ അടിക്കട്ടിൽ അല്ലെ സാധാരണ ലോ ഫ്ലോർ ഓഫ് സൊസൈറ്റിയിൽ നിന്ന് ഭയങ്കര ഹൈ ഫ്ലോർ ഓഫ് സൊസൈറ്റിയിലേക്ക് എത്തി. ഒരു സാധാരണ ഒരു മനുഷ്യനാണ് ഇങ്ങനെ $1 ബില്യൺ കമ്പനീസാണ് റൺ ചെയ്തത്. ഇതിനകത്ത് പുള്ളി ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു തുടക്കം, എന്നിട്ടൊരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റായി. ഇപ്പം എനിക്ക് തോന്നുന്നു ബെൻ ഹൊറോവിറ്റ്സ് ആൻഡ് ആൻഡർസൺ ഹൊറോവിറ്റ്സ് എന്ന് പറയുന്നതാണ് അമേരിക്കയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് കമ്പനീസ്. സോ മച്ചാൻ എപ്പോഴും ജീവിച്ചു നമ്മുടെ ഈ സ്റ്റിൽ എ ലിവിങ് ലെജൻഡ്. നമുക്ക് ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ്, ഇത് ടൈറ്റിൽ തന്നെ പറയുന്നത് ദ ഹാർഡ് തിങ് അബൌട്ട് ഹാർഡ് തിങ്സ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഒരു കമ്പനി റൺ ചെയ്യാൻ എന്തോരം ഹാർഡാന്ന് നമുക്ക് ഈ ബുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. പുള്ളിയുടെ ഫാമിലി ലൈഫ് ആയി, പുള്ളിയുടെ ഇമോഷണൽ ലൈഫ് മെസ്ഡപ്പായി, പുള്ളിയുടെ എല്ലാ ആസ്പെക്റ്റും ഡ്രെയിൻ ഔട്ട് ചെയ്തിട്ട് പുള്ളി ഒരു കമ്പനി ഫ്രം ദ സ്റ്റാർട്ട് ബിൽഡ് ചെയ്ത് അത് റെസഷൻ കാരണം അഫക്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ക്വിക്ക് ഡിസിഷൻ എടുത്ത് അത് ടേൺ ഓവർ ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ ക്വിക്ക് തിങ്കൊക്കെ ചെയ്ത് ഓരോരോ സംഭവങ്ങളാണ്. ഇതിനകത്ത് ഓരോരോ ചാപ്റ്റേഴ്സും ഓരോരോ ഇൻസൈറ്റ്സിൻ്റെ ഒന്നും ഫുള്ള് പറഞ്ഞു തരാൻ സമയമില്ലെങ്കിലും ഞാൻ ബെസ്റ്റായിട്ടൊരു എക്സാമ്പിൾ അല്ല അനാലജി പറഞ്ഞുതരാം. സി, ഫോർ എ റെഫറൻസ്, നിങ്ങൾക്കിപ്പം ഒരു മെയിൻ മിസ്റ്റേക്ക് ചെയ്യുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചില സമയത്ത് എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. സോ മച്ചാൻ ഇതിനകത്തൊക്കെ പറ്റിയ കിഡിലെ എക്സാമ്പിൾസും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ. ഫോർ എഗൈൻ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കമ്പനിയിൽ ഇപ്പോൾ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര പ്രൗഡിജി ആയിട്ടുള്ള ഒരു എംപ്ലോയി ഉണ്ട്, ബട്ട് ഭയങ്കര സോഷ്യലി മച്ചാൻ ഭയങ്കര വീക്കായിരിക്കും, സോഷ്യലി സംസാരിക്കാൻ അറിയത്തില്ല, സംസാരിക്കാൻ അറിയാമെങ്കിൽ തന്നെ ബാക്കിയുള്ളവർ വെറുപ്പിച്ചായിരിക്കും സംസാരിക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യനാണ്. പക്ഷെ അതേസമയം വേറൊരു മച്ചാനുണ്ട്, സോഷ്യലി ഭയങ്കര ആക്റ്റീവാണ്, സോഷ്യലി ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ പുള്ളിക്ക് ബാക്കിയുള്ളവരുടെ അടുത്ത് പണിയെടുക്കാനൊന്നും അത്ര അറിയത്തില്ല, പണിയെടുക്കുന്നതിൽ ഒരു മടിയനെ, ഫുള്ള് ഉളുക്ക് പരിപാടിയാണ്. ഇങ്ങനെയുള്ളവരെയൊക്കെ രണ്ടുപേരെ ഒരേപോലെ എങ്ങനെ ബാലൻസ് ഔട്ട് ചെയ്യാം, നിങ്ങളുടെ കമ്പനിയിൽ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂസ് വരുമ്പോൾ അതെങ്ങനെ ഫേസ് ചെയ്യാം, അതേപോലെ തന്നെ റിയൽ തോട്ട് ഓഫ് സിഇഒ. ഇത് നിങ്ങൾ കണ്ടാൽ മതി, ഒരു സിഇഒ എന്തൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം പ്രോബ്ലംസ് പുള്ളി ഹാർഡ് വേയിൽ കണ്ടുപിടിച്ചൊരു ഡയറിയാണ്. സോ ഇഫ് യു ആർ പ്ലാനിങ് ടു ബിൽഡ് എ കമ്പനി, ഇഫ് യു ആർ പ്ലാനിങ് ടു സ്റ്റാർട്ട് സംതിങ് ന്യൂ, ഒരുപാട് ഹ്യൂമൻ ഇൻട്രാക്ഷൻസ് ഉള്ളൊരു സാധനമാണെങ്കിൽ ഉറപ്പായിട്ട് വായിച്ചിരിക്കേണ്ട ഒരു സാധനമാണ്. ഇതിനകത്ത് ഞാനൊരു ചാപ്റ്റർ റെഫറൻസ് ജസ്റ്റ് എന്ന് പറയാം. വെൻ തിങ്സ് ഫോൾ അപ്പാർട്ട് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ആ ചാപ്റ്ററിനകത്ത് ശരിക്കും നിങ്ങൾ ഏതൊരു കമ്പനിയുടെ ഏതൊരു വെൽ എസ്റ്റാബ്ലിഷ് സിഇഒനെ സംസാരിക്കുകയാണെങ്കിലും നിങ്ങൾ പുള്ളിക്കാരൻ പറയുന്നത് തിങ്സ് ആർ ഡൂയിങ് ഗുഡ്, തിങ്സ് ആർ ഗോയിങ് ഗ്രേറ്റ്, അത് നല്ലോണം പോകുന്നുണ്ട്, ബട്ട് ഇമോഷണലി ദേ ആർ മെസ്ഡ് അപ്പ്, ഫാമിലി ലൈഫ് അവർ മെസ്ഡ് അപ്പ് ആയിരിക്കും, ഫിനാൻഷ്യലി ഒരുപാട് ഗെയിൻസ് കാണും. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ട്രൂ ഇൻസൈറ്റ്, ഇസ് ഇറ്റ് വർത്ത് ബീയിങ് എ സിഇഒ, നിങ്ങൾക്ക് സിഇഒ ആവേണ്ട ആ ഒരു പാഷൻ ഫോളോ ചെയ്യുന്ന വർത്താണോ, നിങ്ങളുടെ ലൈഫിൽ എന്തോരം അത് ടോൾ ചെയ്യുന്നുണ്ട്, നിങ്ങളെ എത്രത്തോളം പെയിനും പ്ലഷർ പോയിന്റ്സ് നിങ്ങൾ ട്രിഗർ ചെയ്യുന്നുണ്ട്, എത്രത്തോളം ഹെൽത്ത് ഹസാർഡ്സ് അതിങ്ങനെ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സിമ്പിൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ഒരു $1 മില്യൺ, ഞാൻ ഇന്ന് ഒന്നുകൂടെ പറയാം, ഒരു 27 അല്ലെ 22 ആണെന്ന് തോന്നുന്നു, 22 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. അതും റെസഷൻ്റെ പീരീഡിൽ അത് ഓൾമോസ്റ്റ് $2 ബില്യൺ ആക്കി കൺവേർട്ട് ചെയ്തൊരു മച്ചാനാണ് ബെൻ ഹൊറോവിറ്റ്സ്. ഗൈസ്, ഹി സ്റ്റിൽ എ ലിവിങ് ലെജൻഡ്. അതുകൊണ്ട് എനിക്ക് ഇത്രേ പറയുള്ളൂ, നിങ്ങൾക്കൊരു ഓൺട്രപ്രന്യൂർ ജേർണി അല്ലെ നിങ്ങൾക്കൊരു ബിസിനസ് ലൈഫിലേക്കൊക്കെ പോകണമെങ്കിൽ ഇതൊരു ഫസ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് റെക്കമെൻഡേഷൻ ആയിരിക്കും. സോ ഗൈസ്, go out there, read this hard things about hard things.
റണ്ണിങ് ആ കമ്പനി ഒട്ടും ഈസി അല്ല. എസ്പെഷ്യലി എനിക്കറിയാം, കാരണം ഞാനിപ്പോൾ ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററാണ്. പക്ഷേ ഇത് വായിക്കുമ്പോൾ എനിക്ക് ചെറിയ സമാധാനമൊക്കെ കിട്ടും, കാരണം വലിയ CEOസും അതേ പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഗൈസ്, ഇറ്റ്സ് ഫ്രീ ഹിയർ അഗൈൻ. ടോക്ക് ടു യു ഗൈസ് ലേറ്റർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ നല്ല ബുക്ക് റിവ്യൂസും പെർഫ്യൂം റിവ്യൂസും ഒക്കെ ആയിട്ട് വരും. ബൈ.